ഹലോ കൂട്ടുകാരെ. അങ്ങനെ മഴത്തോരും മുമ്പേ സീരിയലിൻ്റെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗംഗാധര മേനോനും മാലതിയും ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. ഇറങ്ങാൻ നേരം നമ്മുടെ കൃഷ്ണമോളെ വിളിച്ചിട്ട് അവളുടെ കയ്യിൽ കുറച്ച് ക്യാഷ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്, ഇതെന്താ അങ്കളെ? അപ്പോൾ ഗംഗാധര മേനോൻ പറയുന്നുണ്ട്, വെച്ചോടി മോളെ, ഈ പ്രശ്നം വന്നപ്പോൾ നിനക്കൊരു ഡ്രസ്സ് പോലും വാങ്ങാൻ പറ്റിയില്ല. അപ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട്, അതിന് അച്ഛൻ അസുഖമായിട്ട് കാണാൻ വന്നതല്ലേ അങ്കിള്. അപ്പോൾ ഗംഗാധര മേനോൻ പറയുന്നുണ്ട്, ആയിക്കോട്ടെ, നിന്നോടുള്ള സ്നേഹം കൊണ്ട് തരുന്നതല്ലേ, വാങ്ങിച്ചോ, അത് റിജക്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പം മാലതിയും പറയുന്നുണ്ട്, വാങ്ങിച്ചോടി മോളെ. അങ്ങനെ കൃഷ്ണമോൾ ആ പൈസ വാങ്ങുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഗംഗാധര മേനോൻ അലീനയുടെ നേരെ തിരിയുന്നുണ്ട്. എന്നിട്ട് അലീനയ്ക്കും കൊടുക്കുന്നുണ്ട് അത്രയും തന്നെ പൈസ. അപ്പം അലീന പറയുന്നുണ്ട്, അയ്യോ സാർ, എനിക്കെന്തിനാ അത്രയും പൈസ, അതിന് ഞാനാരാ? അപ്പം ഗംഗാധര മേനോൻ പറയുന്നുണ്ട്, ഇത് വാങ്ങിച്ചോടി. എന്നെ ഞങ്ങൾ ഒരു അന്യായിട്ടോ ഈ വീട്ടിലെ വേലക്കാരിയായിട്ടോ അല്ല കാണുന്നത്, കൃഷ്ണമോളെ പോലെ തന്നെ ഈ വീട്ടിലെ ഒരു അംഗമായിട്ടാ. ഇത് ഞാൻ നിനക്ക് തരുന്നതാ, വാങ്ങിച്ചോടി. അങ്ങനെ അലീന അത് മടിച്ച് വാങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഗംഗാധര മേനോനും മാലതിയും എല്ലാവരോടും യാത്ര പറഞ്ഞ് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് വൈജയന്തിനെയാണ്. വൈജയന്തിയാണെങ്കിൽ ആകെ സങ്കടത്തിൽ ഡൈനിങ് ടേബിളിൽ തല വെച്ച് കിടക്കുകയാണ് കേട്ടോ. അവിടേക്ക് ബബിതയും കൃഷ്ണമോളും വരുന്നുണ്ട്. അപ്പം ബബിത വന്ന് വൈജയന്തിയോട് ചോദിക്കുന്നുണ്ട്, അമ്മേ, അങ്കിൾ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞത്? അമ്മയുടെ പഴയ കഥകൾ കേട്ടാ മക്കൾ പോലും അമ്മേനെ വെറുക്കുന്നു. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, അത് പിന്നെ ഗംഗേട്ടൻ അപ്പോഴത്തെ ഒരു ദേഷ്യത്തിൽ പറഞ്ഞതാ. അപ്പോൾ ബബിത പറയുന്നുണ്ട്, ദേഷ്യത്തിൽ പറഞ്ഞതാന്ന് എനിക്ക് മനസ്സിലായി, പക്ഷേ അങ്ങനെ വെറുതെ ഒന്നും പറയില്ലല്ലോ, പ്രത്യേകിച്ച് ഗംഗാധരണങ്ങളിനെ പോലുള്ളൊരു മിലിറ്ററി ഓഫീസർ. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ദേഷ്യം എല്ലാവർക്കും വരും, അതിന് മിലിറ്ററി എന്നോ പോലീസെന്നോ നേവിയെന്നോ ഒന്നുമില്ല. അപ്പോൾ ബബിത വീണ്ടും ചോദിക്കുന്നുണ്ട്, എന്നാലും ഞങ്ങളൊന്നും അറിയാൻ പാടില്ലാത്ത കുറേ സീക്രട്സ് അമ്മയുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ വൈജയന്തി ചൂടാവുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഗംഗേട്ടന് ദേഷ്യം വന്നപ്പോൾ വായി തോന്നിയത് വിളിച്ച് പറഞ്ഞതാണ്. അപ്പോൾ ബബിത പറയുന്നുണ്ട്, എന്നാലും എനിക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട്, എന്ത് സംശയം? പറയടി, എന്ത് സംശയമാണെന്ന്. അപ്പോൾ ബബിത പറയുന്നുണ്ട്, അമ്മ കല്യാണത്തിന് മുമ്പ് എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിട്ടുണ്ടെന്ന്. ഇത് കേൾക്കുമ്പോൾ വൈജയന്തി ചൂടാവുന്നുണ്ട് കേട്ടോ. എന്തോന്നാടി ഞാൻ കാട്ടിക്കൂട്ടിയത്, പറയടി, പറയുന്നേ. അപ്പോൾ ബബിത പറയുന്നുണ്ട്, അമ്മ എന്തിനെങ്ങനെ ചൂടാവുന്നേ? ഞാൻ അറിയാൻ വയ്യാത്തതുകൊണ്ട് ചോദിച്ചതല്ലേ, ഇല്ലെങ്കിൽ ഇല്ലാന്നങ്ങ് പറഞ്ഞാൽ പോരെ. അപ്പോൾ വൈജയന്തി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പോൾ കൃഷ്ണമോള് വന്ന് ബബിതയോട് ചോദിക്കുന്നുണ്ട്, ചേച്ചിക്ക് എന്താ, ചേച്ചിക്കൊരു കോമൺ സെൻസ് ഇല്ലേ? അമ്മ വിഷമിച്ചിരിക്കുമ്പോഴാണോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? അപ്പോൾ ബബിത പറയുന്നുണ്ട്, അമ്മയ്ക്ക് എപ്പോഴാണ് വിഷമമില്ലാത്തത്? എപ്പോഴും ടെൻഷനല്ലേ? എനിക്കിത് ചോദിച്ചില്ലെങ്കിൽ അമ്മയെ പറ്റി തെറ്റിദ്ധാരണ വരും. അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട്, എന്ത് തെറ്റിദ്ധാരണ? ഇത് കേൾക്കുമ്പോൾ ബബിത പറയുന്നുണ്ട് കേട്ടോ, എന്തെല്ലാം വിചാരിക്കാം, കുറഞ്ഞ പക്ഷം അമ്മ അത്ര കറക്റ്റല്ലെന്ന് വിചാരിച്ചൂടെ? അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ഗംഗേട്ടനെ കൊണ്ട് അത്രയും സാധിച്ചു, ഇപ്പം എല്ലാവരും എനിക്ക് ശത്രുക്കളെ. എൻ്റെ അമ്മ ശത്രു, ഭർത്താവ് ശത്രു, ആങ്ങളെ ശത്രു, ഇപ്പം മക്കളും ശത്രുക്കളായി. അപ്പോൾ ബബിത പറയുന്നുണ്ട്, സത്യം പറയാലോ, ഞാൻ എത്രയും നാളും വിചാരിച്ചിരുന്നത് അമ്മയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെന്നാ. പക്ഷേ ഗംഗാധരങ്ങളും കൂടി ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. ഇത് കേൾക്കുമ്പോൾ വൈജയന്തി ചൂടാവുന്നുണ്ട്. നീ സംശയിച്ചോ? എനിക്ക് ആരെയും ക്ലീൻ ഷീറ്റൊന്നും വേണ്ട. നിന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റിന് വേണ്ടിയല്ല ഈ വൈജയന്തി ജീവിക്കുന്നത്. അപ്പോൾ ബബിത പറയുന്നുണ്ട്, എല്ലാവരും വെറുപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ജീവിക്കാൻ പറ്റുമോ അമ്മേ? ഇത് കേൾക്കുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, നീ എന്നെ പഠിപ്പിക്കാനൊന്നും വരണ്ട. ഗംഗേട്ടൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഗംഗേട്ടനോട് പോയി ചോദിക്കണം, എന്നോടല്ല. അങ്ങനെ പറഞ്ഞ് വൈജയന്തി അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട്, ചേച്ചിക്കിപ്പോൾ സമാധാനമായോ? അപ്പോൾ ബബിത പറയുന്നുണ്ട്, ഇവിടെ ഇപ്പോൾ ആരാണ് ശരി, ആരാണ് തെറ്റ് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അപ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട്, നമ്മുടെ ജോലി പഠിക്കുക എന്നുള്ളതാ, തൽക്കാലം നമ്മൾ അത് ചെയ്താൽ മതി. ഓ, വലിയൊരു ഉപദേശക വന്നിരിക്കുന്നു. അങ്ങനെ പറഞ്ഞ് ബബിത പോകുന്നുണ്ട് കേട്ടോ. വൈജയന്തി നേരെ പോകുന്നത് മുത്തശ്ശിയുടെ റൂമിലേക്കാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ഗംഗാധരനൊക്കെ പോയോ വൈജയ്? അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ആ പോയി. കുറേ നേരമായോ അവർ പോയിട്ട്? ആ, കുറച്ച് നേരമായി. അവിടെ എന്നതാ ബഹളം കേട്ടിരുന്നേ? അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ഗംഗേട്ട എന്നെ അടിച്ചു. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഗംഗനോ? അവനെ കൊണ്ട് അടിപ്പിക്കണമെങ്കിൽ നീ എന്തു അടി ചെയ്തത്? അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ഞാൻ ആ അലീനയുടെ ചെകിടത്ത് നോക്കി ഒന്ന് പൊട്ടിച്ചു, അത് ഗംഗേട്ടന് ഇഷ്ടപ്പെട്ടില്ല. ഒയ്യോ, നിനക്ക് പ്രാന്താണോടി? അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, എല്ലാവരും കൂടി എന്നെ പ്രാന്ത് പിടിപ്പിച്ചു. നീ എന്തിനാടി അലീനെ തല്ലിയേ? ബാലേന്ദ്രൻ കോളിംഗ് ബെൽ അടിച്ചപ്പോഴേ ഞാൻ അങ്ങ് കയറി ചെന്നു, അത് ബാലേന്ദ്രന് ഇഷ്ടപ്പെട്ടില്ല, എന്നോട് ഇറങ്ങി പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്,
നീ അത് കേട്ടപ്പോൾ ഇനി ഇറങ്ങി പോന്നാൽ മതിയായിരുന്നില്ലേ? അതിന് വൈജയന്തി വേറെ ജനിക്കണം. കൊടുത്തു ഞാൻ. ബാലേന്ദ്രൻ്റെ മുമ്പിൽ വെച്ച് അവളുടെ കരണക്കുട്ടി നോക്കി കൊടുത്തു. കുറേ കാലമായിട്ട് ഞാൻ വിചാരിക്കുന്നതാ അവൾക്കൊരു അടിയുടെ കുറവുണ്ടെന്ന്. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, എടി നിന്നോട് ഞാനും ബാലതിയും ഗംഗാധരനൊക്കെ എന്തുവാ പറഞ്ഞിരുന്നത്? ബാലേന്ദ്രൻ ഇഷ്ടമില്ലെങ്കിൽ നീ അങ്ങോട്ട് പോകണ്ട, അലീന അവനെ ശുശ്രൂഷിച്ചോട്ടെ, നിനക്കത്ര എളുപ്പമായില്ലേ? അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, എൻ്റെ ഭർത്താവിനെ വെല്ലോൾമാർക്കും വിട്ടുകൊടുത്തിട്ട് ഞാൻ കൈയും കെട്ടി നോക്കി നിൽക്കണോ? നീ എന്തുവാ വൈജയ് പറയുന്നേ? നിനക്ക് സംശയമാണോ അതോ കുശുമ്പാണോ? അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ഭാര്യയെ കാണുന്നത് പോലും ഇഷ്ടമല്ല. വേലക്കാരി മാത്രം ശുശ്രൂഷിച്ചാൽ മതിയെന്ന് പറഞ്ഞാൽ അത് ഒരു ഭാര്യയ്ക്കും സഹിക്കാൻ പറ്റില്ല. നീ എതിർത്തുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോടി? അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, എന്നെ ആരും അങ്ങനെ തോൽപ്പിക്കാൻ നോക്കണ്ട. ബാലേന്ദ്രൻ ഇപ്പോൾ നിന്നോടുള്ള ദേഷ്യം ഒന്നും കൂടി കൂടിയില്ലേ? അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, കൂടട്ടെ, അതിനെന്നാ ഇപ്പോൾ? അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ലേ? നീയാലോ ഇപ്പോൾ പ്രാന്ത് പിടിച്ച് ഓടുന്നത്? ബാലേന്ദ്രൻ ഒരു സ്ഥലത്ത് സ്വസ്ഥമായിട്ട് കിടക്കുകയായിരുന്നില്ലേ? അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, സ്വസ്ഥമായിട്ട് കിടത്താൻ ഞാൻ. നാളെ ഇല്ലെങ്കിൽ മറ്റന്നാ ഒരു പുതിയ ഹോം നേഴ്സിനെ ശമ്പളം കൊടുത്ത് വെക്കും ഞാൻ. അലീനെ ഇവിടെ നിന്ന് പറിച്ചെറിഞ്ഞിട്ടല്ലാതെ ഞാൻ അടങ്ങത്തില്ലമ്മേ. നീ തോറ്റു പോവും വൈജയ്, നീ പോവേണ്ടി വരും. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ഒരു പൊതു ശത്രു വരുമ്പോൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നതിന് പകരം ആ ശത്രുവിനെ കൂട്ടുപിടിച്ച് എന്നെ തോപ്പിക്കാനാണ് നോക്കുന്നത്. എടി നിന്നോട് ഗംഗാധരൻ എന്നതാ പറഞ്ഞത്? അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ഗംഗേട്ടൻ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ പോരെ? എൻ്റെ വിഷമം ആർക്കും അറിയണ്ടല്ലോ. നീ ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, അമ്മ ഗംഗേട്ടനെ വിളിച്ചൊന്ന് പറയണം, എൻ്റെ മക്കളുടെ മുമ്പിൽ വെച്ച് എന്നെ നാണം കിടത്തരുതെന്ന്. ഞാൻ അടങ്ങിയില്ലെങ്കിൽ എൻ്റെ പഴയ കഥകളൊക്കെ ബാലേന്ദ്രനോടും മക്കളോടും പറയുന്ന ഗംഗേട്ടൻ ഭീഷണിപ്പെടുത്തുന്നത്. അപ്പം നീ അവനോടും വഴക്കിട്ടോ? അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, എൻ്റെ കൂടെയല്ലേ നിങ്ങളെല്ലാവരും നിൽക്കേണ്ടത്? ഞാനല്ലേ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവൾ? ബാലേന്ദ്രൻ എനിക്ക് നേരെ ഒരു അനീതി പ്രവർത്തിക്കുമ്പോൾ നിങ്ങളല്ലേ എൻ്റെ കൂടെ നിൽക്കേണ്ടത്? അതിനു പകരം അവരുടെ കൂടെ ചേർന്നിട്ട് എനിക്കെതിരെ വരുക. ഓഹ്, നിന്നെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കൂ എൻ്റെ വൈജയ്? നിന്റെ തല തിരിഞ്ഞു പോയില്ലേ? പിന്നെ നീ ഒരു കാര്യം ഓർത്തോ, ആഗ്രയിലെ സംഭവങ്ങൾ ബാലേന്ദ്രനും നിൻ്റെ മക്കളും അറിഞ്ഞ പിന്നെ നീ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗംഗേട്ടനെ വിളിച്ച അമ്മ വിലക്കണമെന്ന്. ഞാൻ അവരുടെ അടുത്തോട്ട് ഒരു ശല്യത്തിനും പോകുന്നില്ലല്ലോ, എന്നെ വെറുതെ വിട്ടേക്കാൻ പറ. അങ്ങനെ പറഞ്ഞ് വൈജയന്തി റൂമിൽ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് രോഹിത്തിനെയും ബബിതേനെയും കൃഷ്ണമോളെയാണ്. അപ്പോൾ ബബിത പറയുന്നുണ്ട്, രോഹിത്തേട്ടൻ എന്താ ഒന്നും മിണ്ടാത്തേ? നമ്മൾ 3 പേരും ഒരുമിച്ച് നിന്നാൽ മതി അമ്മയുടെ കൂടെ. അപ്പോൾ കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട്, എന്തിനാ, അച്ഛനെ തോൽപ്പിക്കാനോ? അപ്പോൾ ബബിത പറയുന്നുണ്ട്, അല്ല, അമ്മയെ ജയിപ്പിക്കാൻ. നമുക്ക് അലീനയെ ഇവിടുന്ന് പറഞ്ഞു വിടണമെന്ന് നമുക്ക് 3 പേർക്കും കൂടി അച്ഛനോട് പറയാം. അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, അങ്ങനെ പറയാൻ എനിക്ക് പറ്റില്ല, പക്ഷേ നിങ്ങളുടെ കൂടെ നിൽക്കാം. അപ്പോൾ ബബിത പറയുന്നുണ്ട്, രോഹിത്തേട്ടൻ എന്താ പറഞ്ഞാൽ? ചേട്ടനല്ലേ ഏറ്റവും മൂത്തത്, അപ്പോൾ ചേട്ടനല്ലേ ഞങ്ങളുടെ മുമ്പിൽ നിൽക്കേണ്ടത്. അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, അലീനെ ഇവിടുന്ന് പറഞ്ഞു വിടണമെന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞാൽ അച്ഛൻ അപ്പം തന്നെ എന്നോട് ചോദിക്കും നിനക്ക് എന്തിൻ്റെ കേടാന്ന്. അപ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട്, അത് തെമ്മാടിത്തരം കാണിക്കാൻ നിന്നിട്ടല്ലേ. അപ്പോൾ ബബിത പറയുന്നുണ്ട്, ഞാൻ പറയാം അച്ഛനോട്, എനിക്ക് ഒരു മടിയുമില്ല. അപ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട്, അച്ഛൻ വെറുതെ കേട്ട് നിൽക്കുന്നു വിചാരിക്കേണ്ട, ഇങ്ങോട്ട് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കും, അതിനുള്ള ഉത്തരവും വേണം. അപ്പോൾ ബബിത പറയുന്നുണ്ട്, ഇപ്പോൾ ഈ വീട്ടിലെ പ്രശ്നങ്ങൾ തീരണമെന്നുണ്ടെങ്കിൽ, അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്ക് തീരണമെന്നുണ്ടെങ്കിൽ അലീന ഇവിടുന്ന് പോയല്ലേ പറ്റൂ. അപ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട്, അലീന ചേച്ചി പോയാൽ അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്ക് തീരുന്നുണ്ടെങ്കിൽ അലീന ചേച്ചി പൊക്കോട്ടെ. അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, അലീന ഈ വീട്ടിൽ വരുന്നതിന് മുമ്പ് ഈ വീട് എങ്ങനെയായിരുന്നു ആ അവസ്ഥയിലോട്ട് തിരിച്ചു വരണം. ആ സമയം അലീന അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബബിത പറയുന്നുണ്ട്, അവളെ ഇങ്ങോട്ട് വിളിക്കി. അപ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട്, മര്യാദയ്ക്ക് സംസാരിക്കാമെന്നുണ്ടെങ്കിൽ അലീന ചേച്ചിനെ വിളിക്കാം. അപ്പോൾ ബബിത പറയുന്നുണ്ട്, ആടി ഒന്ന് വിളിക്കി. അങ്ങനെ കൃഷ്ണമോള് അലീനനെ വിളിക്കുന്നുണ്ട് കേട്ടോ അവരുടെ അടുത്തേക്ക്. അപ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട്, ചേച്ചി അച്ഛനമ്മയും തമ്മിൽ ഭയങ്കര വഴക്കായി, ഇനി എന്താ ചെയ്യുക? അപ്പോൾ അലീന പറയുന്നുണ്ട്, അച്ഛനമ്മയും തമ്മിലല്ലേ വഴക്ക്, അവരോട് നിങ്ങൾ പറയണം വഴക്കിടരുതെന്ന്. അതിനവർ ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കുമോ? അപ്പോൾ അലീന പറയുന്നുണ്ട്, പിന്നെ ആര് പറഞ്ഞാൽ കേൾക്കും? അപ്പോൾ ബബിത പറയുന്നുണ്ട്, നീ ഈ വീട്ടിൽ നിന്ന് പോവാതെ അമ്മ സമ്മതിക്കത്തില്ല. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ പോകാമെന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ അച്ഛനെ കൊണ്ട് സമ്മതിപ്പിച്ചാൽ മതി. അതിന് അച്ഛൻ സമ്മതിക്കത്തില്ല, അച്ഛൻ നിന്നെ പറഞ്ഞു വിടാൻ തയ്യാറല്ല. അപ്പോൾ അലീന പറയുന്നുണ്ട്, നിങ്ങൾ പറയുന്നതിൽ ന്യായമുണ്ടെങ്കിൽ അത് അച്ഛനെ ബോധ്യപ്പെടുത്തിയാൽ മതിയല്ലോ. ബാലേന്ദ്രൻ സാർ എന്തായാലും അനീതിക്ക് കൂട്ടു നിൽക്കത്തില്ല. പക്ഷേ നിങ്ങളുടെ അമ്മ അങ്ങനെയല്ല, അനീതി പ്രവർത്തിക്കും, കുറ്റം പറയും, കുശുമ്പ് കാണിക്കും. അപ്പോൾ ബബിത ചോദിക്കുന്നുണ്ട്,
ഞങ്ങളുടെ അമ്മയെ കുറ്റം പറയാൻ നീ ആരാ? അപ്പോൾ അലീന പറയുന്നുണ്ട്, നിങ്ങളേക്കാൾ അവകാശം എനിക്കുണ്ട്. മനസ്സിലായില്ല? തൽക്കാലം ഇത്രയും മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട്, വെറുതെ നമ്മൾ തമ്മിൽ തർക്കിച്ചിട്ട് ഒരു കാര്യമില്ല. ഈ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവാൻ ഞങ്ങൾ നോക്കിയിട്ട് ഒരൊറ്റ വഴിയേ കാണുന്നുള്ളൂ. അലീന ചേച്ചി ഇവിടുന്ന് പോകണം. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ പോകാൻ തയ്യാറാണല്ലോ. നിങ്ങൾ അച്ഛനെ കൊണ്ട് സമ്മതിപ്പിച്ചാൽ മതി. നിങ്ങൾ അച്ഛനോട് പറയണം, അച്ഛാ അലീന പോയാൽ ഈ വീട്ടിലെ വഴക്കെല്ലാം തീരും. അലീനയാണെങ്കിൽ പോവാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. അതിന് അലീനയ്ക്ക് സന്തോഷമേ ഉള്ളൂ. അച്ഛൻ സമ്മതിക്കണം. ബാലേന്ദ്രൻ സാർ എന്നോട് പോയിക്കൊള്ളാൻ പറഞ്ഞാൽ ആ നിമിഷം ഞാനിവിടെ നിന്ന് ഇറങ്ങും. അപ്പോൾ ബബിത പറയുന്നുണ്ട്, അച്ഛൻ സമ്മതിക്കുന്നു തോന്നുന്നില്ല. അപ്പോൾ അലീന പറയുന്നുണ്ട്, എന്തുകൊണ്ട് സമ്മതിക്കത്തില്ല? അതിൻ്റെ കാരണം നിങ്ങൾ ചോദിക്കണം. നിങ്ങൾ ഇത്രയും മുതിർന്ന കുട്ടികളല്ലേ, അച്ഛൻ പറയും. അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, പോകാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ പിന്നെ സമ്മതം നോക്കിയിരിക്കുന്നത് എന്തിനാ? നിനക്ക് ഇറങ്ങി പൊക്കൂടെ? അപ്പോൾ അലീന പറയുന്നുണ്ട്, എനിക്ക് മനസ്സില്ലടാ അങ്ങനെ പോവാൻ. ഞാനിവിടെ അഡ്രസ്സ് ഇല്ലാതെ വന്നവളല്ല. ആരെങ്കിലും കൈ കാട്ടി വിളിച്ചിട്ട് കയറി വന്നതുമല്ല. നിൻ്റെ അച്ഛനും മനുവേട്ടനും കൂടി എഗ്രിമെൻറ്റിൽ ഒപ്പിട്ട് എന്നെ കൂട്ടിക്കൊണ്ട് വന്നതാ. അപ്പോൾ അവർ പറയണം, അലീനെ നിൻ്റെ സേവനം മതി, പൊയ്ക്കോന്ന്. പിള്ളേരെ, നിങ്ങൾക്ക് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എല്ലാവരും എന്തുകൊണ്ടാണ് മേഡത്തെ എതിർത്ത് നിൽക്കുന്നതെന്ന്. അമ്മയുടെ ഭാഗത്ത് തെറ്റുള്ളതുകൊണ്ട് അല്ലേ? അവരാരും പൊട്ടന്മാരും പൊട്ടികളൊന്നുമല്ലല്ലോ. ഞാനല്ല ഇവിടുത്തെ സമാധാനം കളയുന്നതെന്ന് അവർക്ക് മനസ്സിലായി. ഞാനല്ല നിങ്ങളുടെ ശത്രു. നിങ്ങളുടെ അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാൾ ആയുധം വെച്ച് കീഴടങ്ങിയാലേ ഇവിടുത്തെ യുദ്ധം തീരുള്ളൂ. അത് മറ്റുള്ളവർക്കറിയാം, നിങ്ങളത് മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെ പറഞ്ഞ് അലീന അവിടുന്ന് പോരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബബിത പറയുന്നുണ്ട്, നമുക്ക് അച്ഛനോടും അമ്മോടും സംസാരിക്കാം. അതിലും വലുതൊന്നല്ലല്ലോ ഒരു വീട്ടുവേലക്കാരി. പിന്നെ കാണിക്കുന്നത് മുത്തശ്ശീനെയാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശി അലീനോട് പറയുന്നുണ്ട്, മോളെ അലീനെ, ഇവിടെ ആകെ കലങ്ങിയില്ലേ? അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാനാണോ? ഞാൻ പോയാൽ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീരുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങ് പോയേക്കാം. പക്ഷേ ആ നിമിഷം സാറ് ഇവിടെ നിന്ന് ഇറങ്ങും. ഈ ബാലനെന്താ ഇത്രയ്ക്ക് വാശി? ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ മുമ്പ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, മുത്തശ്ശി സാർ ഇപ്പോൾ ഒരു ഹൃദ്രോഗിയാണ്. നന്നായി ശ്രദ്ധിക്കേണ്ട സമയമാണ്. അതിനിടയിൽ വഴക്കുണ്ടാക്കാൻ ചെന്നാൽ എന്താ അതിനർത്ഥം? ഒരു സ്നേഹമില്ല എന്നല്ലേ? അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, സ്നേഹമില്ലാഞ്ഞിട്ടല്ല, വാശി അവൾക്ക്. അപ്പോൾ അലീന പറയുന്നുണ്ട്, സ്നേഹമുള്ളിടത്ത് വാശിയില്ല മുത്തശ്ശി, ഒരിക്കലും ഉണ്ടാവത്തില്ല. ഇവിടെ അധികാര വടംവലിയാണ് നടക്കുന്നത്. ഇത്രയും കാലം ഈ വീട് ഭരിച്ചിരുന്നത് മേഡമാണ്. ഇപ്പം സാറ് പറയുന്നു അത് വേണ്ടാന്ന്, അതായത് അധികാരം തിരിച്ചെടുത്തു എന്ന്. അപ്പം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അതെന്തിനാ അങ്ങനെ ചെയ്യുന്നത്? ഭരണം വളരെ മോശം, വിശ്വാസം നഷ്ടപ്പെട്ടു. തെരഞ്ഞെടുപ്പൊക്കെ നടക്കുമ്പോൾ അങ്ങനെയല്ലേ? ഭരിക്കുന്ന പാർട്ടി മോശമാണെങ്കിൽ ജനങ്ങൾ അവരെ തോൽപ്പിച്ച് മറ്റേ പാർട്ടിയെ ജയിപ്പിക്കും. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, ഇവിടെ ഇപ്പോൾ നീ ജോലിക്ക് നിൽക്കുന്നതാ അവളുടെ ഏറ്റവും വലിയ വെല്ലുവിളി. ഞാൻ ആവുന്ന പോലെ പറഞ്ഞു നോക്കി, അവൾ കേൾക്കണ്ടേ? ഗംഗാധരം പോലും പറഞ്ഞിട്ട് അവൾ കേൾക്കുന്നില്ല. അപ്പം അലീന പറയുന്നുണ്ട്, സ്വന്തം ഭർത്താവ് പറയുന്നത് പോലും അനുസരിക്കാൻ തയ്യാറാവാത്തതിന് പിന്നെ എന്നാ പറയാനാ? അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, നീ കുറച്ച് ദിവസം ഇവിടെ നിന്ന് മാറി നിന്നാൽ എല്ലാം ശരിയാവോ? അപ്പം അലീന പറയുന്നുണ്ട്, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയ ആ നിമിഷം സാറും ഇവിടെ നിന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞു. എറണാകുളത്തോട്ട് വരാം, അവിടെ ഒരു ഫ്ലാറ്റ് എടുത്ത് നിൽക്കാമെന്ന് സാറ് പറഞ്ഞു. കെയർ ഗീവറായിട്ട് ഞാൻ നിൽക്കണം, നല്ല ശമ്പളം തരും. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, അങ്ങനെ നിന്നാൽ ശരിയാവോ? ആളുകൾ എന്തൊക്കെ പറയും? ഇവിടുത്തെ ആളുകളല്ലേ, സാരമില്ല. എനിക്കറിയാം സാർ എന്നെ എങ്ങനെയാണ് കാണുന്നതെന്ന്, ഒരു മോളെ പോലെയാണ്. എനിക്ക് സാറ് അച്ഛനെ പോലെയും. പിന്നെ പുറത്ത് കയറി നിന്ന് എല്ലാവരോടും വിളിച്ചു പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ നീയും ഒരുമ്പട് തന്നെയാണോ? അപ്പം അലീന പറയുന്നുണ്ട്, മുത്തശ്ശി എല്ലാവരും ഉപദേശിച്ചിട്ടും തൻ്റെ ഇഷ്ടം മാത്രം നടന്നാൽ മതിയെന്ന് വാശി പിടിക്കുന്നത് ശരിയല്ലല്ലോ. എനിക്ക് നിർബന്ധമൊന്നുമില്ല ഇവിടെ നിൽക്കണമെന്ന്, മേഡത്തോട് മല്ലടിക്കണമൊന്നുമില്ല. പക്ഷേ സാറിനോട് സഹായിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ അതനുസരിക്കും. നിൻ്റെ ചെകിടത്തടിച്ചില്ലേ അവൾ? നീ എന്തിനാ അവളുടെ തല്ലും കൊണ്ട് നിൽക്കുന്നേ? അപ്പം അലീന പറയുന്നുണ്ട്, എന്നെ അടിച്ചോട്ടെ, സാരമില്ല, പെറ്റ തള്ളടിച്ചതാണെന്ന് കരുതിക്കോളാം ഞാൻ. പക്ഷേ സാറിനെ എന്നെയും കൂട്ടിയിട്ട് മോശമായിട്ട് പറഞ്ഞാൽ അത് ഞാൻ എതിർക്കും. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, ഓ ഇതിപ്പോൾ വലിയ പുലിവാലായല്ലോ. മുത്തശ്ശിക്കും ഞാനിവിടുന്ന് പോയാൽ മതിയെന്നായല്ലേ? അതല്ല മോളെ, ഒരു കുടുംബം തകരാൻ പോവല്ലേ. അപ്പം അലീന പറയുന്നുണ്ട്, ആരാ തകർക്കുന്നേ? മുത്തശ്ശിയുടെ മോള് തന്നെയാണ്. എനിക്കറിയാം ആരെക്കൊണ്ട് തീർത്താൻ പറ്റും അവളെ. മുത്തശ്ശി, എൻ്റെ മനസ്സിൽ തോന്നുന്നൊരു സംശയം ഞാൻ പറയാം, പക്ഷേ അത് മുത്തശ്ശിയുടെ മനസ്സിൽ തന്നെ വെച്ചാൽ മതി. ബാലേന്ദ്രൻ സാറിന് മേഡത്തെ പറ്റി എന്തോ ഒരു സംശയം മനസ്സിൽ കടന്നു കൂടിയിട്ടുണ്ട്. അപ്പം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്ത് സംശയം?
നീലഗിരിയിൽ നിന്ന് വന്ന ഗംഗാധരൻ സാറ് മേഡത്തോട് പറഞ്ഞിട്ടാ പോയേ. വേണ്ടി വന്ന മേഡത്തിൻ്റെ പഴയ കഥകളൊക്കെ മക്കളുടെ മുമ്പിൽ വെച്ച് പറയുന്നു. എന്നുവെച്ചാൽ മേഡം പല കുഴപ്പങ്ങളും പണ്ട് കാണിച്ചിട്ടുണ്ടെന്ന്. ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാ. അപ്പം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, പണ്ട് എന്തു കുഴപ്പം? അവ അങ്ങനെ പറഞ്ഞോ? മുത്തശ്ശിക്ക് അറിയാവുന്നത് മുത്തശ്ശിയുടെ മനസ്സിൽ വെച്ചാൽ മതി, എന്നോട് പറയണ്ട. അപ്പം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ബാലേന്ദ്രൻ അങ്ങനെ എന്തെങ്കിലും സംശയം പറഞ്ഞോ നിന്നോട്? എന്നോടൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ അങ്ങനെയൊന്നും മനസ്സിൽ കരുതിയിരിക്കുന്നത് നല്ലതാ. ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശി ആകെ പേടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്